ദാവീദിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാവീദ് എപ്പോഴും താൻ ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ, താൻ ഒരു കാര്യം നിർവഹിക്കുന്നതിനേക്കാൾ മുൻപ് അവൻ എപ്പോഴും കർത്താവിനോട് ആലോചന ചോദിക്കുമായിരുന്നു. ദൈവാലോചന വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ദൈവാലോചന വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആലോചന കിട്ടുന്നത് വരെ കാത്തിരിക്കുവാനുള്ള ഒരു ക്ഷമ നമുക്കുണ്ടാകും. ഇല്ലെങ്കിൽ കെണിയാണ്, അപകടമാണ്. ദാവീദ് എപ്പോഴും ആത്മാവരുടെ ആലോചന ചോദിക്കും. 1 സാമുവേൽ 30:8 നിങ്ങൾ വരിക. അവിടെ അമലേക്കിനുമായി യുദ്ധം നടക്കുകയാണ്. ദാവീദിനെല്ലാം നഷ്ടപ്പെട്ടു. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഈ തകർച്ചയുടെ നടുവിൽ ദാവീദ് എന്താ ചെയ്തത്? ദാവീദ് നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യല്ല ചെയ്തത്. അവൻ കർത്താവിനെ പഴി പറഞ്ഞ് കർത്താവിന്റെ വഴിയിൽ നിന്ന് പിന്മാറിപ്പോവുകയല്ല ചെയ്തത്. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു. ശ്രദ്ധിക്കണമേ, ദാവീദ് കർത്താവിനോട് ആലോചന ചോദിച്ചു. ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ, ഞാൻ അവരെ പിടികൂടുമോ? ഉടൻ ആലോചന കിട്ടുകയാണ്. പിന്തുടരുക, തീർച്ചയായും നീ അവരെ പിടികൂടി സകലരെയും വീണ്ടെടുക്കും.